പല്ലുവേദനയ്ക്ക് ആസ്പിരിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് UK നിന്ന് വിളിച്ചിരുന്നു എന്നെ. അവിടെ അവർക്ക് പല്ലുവേദനയ്ക്ക് ആസ്പിരിനാണ് കൊടുക്കുക, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. അവൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ അവൻ്റെ ഗ്രാൻഡ് മദർ ഇവിടെ നമ്മുടെ നാട്ടിൽ എക്കോസ്പ്രിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ. പക്ഷേ അവൻ പല്ലുവേദനയ്ക്ക് കഴിക്കുന്നുണ്ട് ഗുളികയും ആസ്പിരിനാണ്. ആസ്പിരിൻ എക്കോസ്പ്രിൻ 3 തന്നെയാണ്. വേദനയ്ക്ക് കൊടുക്കുന്നതും ആസ്പിരിനാണ്, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനും കൊടുക്കുന്ന ആസ്പിരിനാണ്. ഗുളിക മാറിയിട്ടാണോ എന്നുള്ള ഫോൺ കോളായിരുന്നു. ആസ്പിരിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് 75 മില്ലിഗ്രാം അല്ലെങ്കിൽ 150 മില്ലിഗ്രാംസിൽ കഴിക്കുമ്പോൾ ബ്ലഡ് തിന്നറായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ 800 മില്ലിഗ്രാമിൽ മേലെ കഴിക്കുമ്പോൾ അത് പെയിൻ കില്ലറായിട്ട് വർക്ക് ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹയർ ഡോസിൽ ആസ്പിരിൻ കഴിക്കുമ്പോൾ നമ്മുടെ ലിവർ അതിനെ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റില്ല, ലിവർ അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബ്ലഡിലേക്ക് നേരിട്ട് ആസ്പിരിൻ എഫക്റ്റ് വരുമ്പോൾ ആസ്പിരിൻ COX-1, സൈക്ലോഓക്സിജനേസ് 1, സൈക്ലോഓക്സിജനേസ് 2 എന്ന് പറയുന്ന 2 എൻസൈംസിനും വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രവർത്തനം കുറയ്ക്കും, വേദനയും കുറയ്ക്കും. സൈക്ലോഓക്സിജനേസ് 1ഉം സൈക്ലോഓക്സിജനേസ് 2ഉം. പക്ഷേ ലോ ഡോസിൽ കൊടുക്കുമ്പോൾ ലിവർ അതിനെ പരിപൂർണമായിട്ട് ദഹിപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ ഒരു എഫക്റ്റ് മാത്രമേ ആസ്പിരിൻ്റെ ബാക്കി വരുള്ളൂ.